ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ഹെവൻ ഗേറ്റിലേക്ക്. നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. കാണുന്നില്ല, പക്ഷെ നല്ലൊരു എന്താ പറയാ ഹെവൻ എന്താ എന്തോ മ്യൂസിക്കെല്ലാം കേൾക്കുന്നുണ്ട്. മ്യൂസിക് ബോക്സ് അത് കല്ലിലേക്ക് ഫിറ്റ് ചെയ്താണ്. അങ്ങനെ എന്തോ മാർബിളിലേക്ക് എന്തോ ഒരു നടക്കാൻ കഴിയുന്നില്ല കേട്ടാ, ഭയങ്കര ക്ഷീണം. അമ്മോതിരം കിടന്ന് എന്ത് കയറ്റാന്ന് ഇട്ടക്കയറ്റാന്നില്ല. ആ ഹെവനിൽ അത്രയും പ്രതീക്ഷയായതുണ്ടെങ്കിൽ കഴിയുന്നില്ല, ക്ഷീണിച്ചു. വിടും അതേ ഇടാട്ടെ. ഞാൻ വരണ very difficult. Thank you. ഇതാണ് നമ്മൾ പറഞ്ഞ ഹെവൻ വ്യൂ. ഇത്ര കഷ്ടപ്പെട്ട് കയറിയിട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സീ വ്യൂ. നോക്കണമല്ലേ, ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ഈ സൈഡിൽ കിട്ടുന്ന വ്യൂ. ഇവിടെ ഒന്നുമില്ല, ഒരു മാർബിൾ മൗണ്ടൻ കാണുന്നുണ്ട്, അത്ര മാത്രം. ഈ ഭാഗത്തേക്ക് കുറച്ച് നല്ലൊരു വ്യൂ ഉണ്ട്. നീ എത്തിയാസാനോ ചെരുപ്പിട്ടിട്ട് നോക്കണോ? എങ്ങനെയുണ്ട് വ്യൂ? പക്ഷെ ഇതിലേക്ക് കൂടി ഇറങ്ങാനാ ബുദ്ധിമുട്ട്, കയറാൻ അത്ര പ്രശ്നമില്ല, ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി സ്ലിപ്പാവും. പറ മുത്ത്, എന്തൊക്കെയായിരുന്നു മലപ്പുറം? കത്തി അമ്പും ബില്ലും ഇപ്പൊ പരന്ന് ഇറങ്ങുന്നുണ്ട് മുത്ത്. എന്തിയേ? അപ്പം നമ്മൾ പോകുന്നത് വാൻ തോങ് കേവിലേക്കാണ്. ഇതാ എല്ലാവരും നോക്കറ കയറുന്നതല്ല, എത്ര മടുത്തുമല്ലായിരിക്കും സ്റ്റെപ്പ് കയറിയിട്ട്. ഇച്ചിരി ചെറുതാണ് കേട്ടാ, കാല് വെക്കാൻ ഇതാ. ഇതാണ് ശരിക്കും കേവ്. അപ്പോൾ വാ, നമുക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നോക്കാം. അത് കുറേ ആൾക്കാർ കയറുന്ന കാണുന്നില്ലേ, അതിലേക്ക് കൂടി നല്ലോണം മുകളിലേക്ക് കയറുമ്പം മൗണ്ടൈൻ്റെ ടോപ്പിലേക്ക് എത്തും. ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്, കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിലൂടെയല്ല, കുറച്ചും കൂടി മുകളിലെത്തുമ്പം ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ. അതിലൂടെ കയറാൻ അല്പം പ്രയാസമാണ്, പക്ഷെ നമുക്ക് നോക്കാൻ പറ്റുമെന്ന്. കുറേ ചെറിയ ഇലനും മടങ്ങിയിട്ട് പറഞ്ഞ അല്ല, പേടിയാവും തൊട്ടിട്ട്. 있는 것 같은데? 더 없어. 안 가고 있잖아. ഇതാണ് എല്ലാവരും
വീഡിയോയിലെല്ലാം കാണുന്ന ഈ പോവാനുണ്ടോ പക്ഷേ ആ അതിൽ ആൾക്കാർ പോകുന്നുണ്ടോ? അതിൽ കയറുന്നുണ്ടോ? എല്ലാവർക്കും പേടിയാണ്. കേരള കേരള അങ്ങനെ വിയറ്റ്നാമിലും വിശേഷാദ്യമായ മലയാളികളൊക്കെ ഉണ്ട്. ഒരാള് കാസർഗോഡുകാരനുമുണ്ട്, ഒരാള് കാസർഗോഡുകാരനുമുണ്ട്. ഈ ഒരു വർഷത്തിനിടയിൽ ആദ്യമായി കണ്ട മലയാളികൾ. കുറച്ച് റിസ്ക് തോന്നല്ലേ? അപ്പൊ അപ്പൊ നമ്മൾ എടുത്ത രണ്ടാമത്തെ കേവിലേക്ക് വന്നതാണ് താങ് ചോൺ കേവ്. അതാണ് അതിന്റെ പേര്. ഇവിടെ നല്ല കുറച്ച് ലൈറ്റും കാര്യങ്ങളിലുള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യാവാ അപ്പൊ നമുക്ക് ആ പ്രതിമ ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം, ഉള്ളിലേക്ക് കയറാം. ചെറിയ മാളന്മാര് അല്ലേ, ഗുഹ. ഇവിടെ ചെറിയൊരു മാളം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്. ജസ്റ്റ് ഒരു നല്ലുണ്ട്. നല്ല തണുപ്പ് കേട്ടോ, നല്ല മണ്ണൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട് തൊടാനുള്ള. അവിടെ ജസ്റ്റ് ചെയ്ത് ഇവിടെ ബുദ്ധന്റെ പ്രതിമയുണ്ട്. പിന്നെ ബുദ്ധന് നിവേദ്യം അർപ്പിച്ച പോലെ പഴങ്ങൾ വെച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. അത് ഇവിടെ എല്ലായിടത്തും കാണുന്നതാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു ഇത് കാണുന്ന ഹോൾ, ഗുഹ പോലെ. ഭയങ്കര തണുപ്പല്ലേ ഇവിടെ? കാണാനും നല്ല രസമുണ്ട്. പക്ഷെ എല്ലാം പൊട്ടി പൊളിഞ്ഞു നിൽക്കുന്ന രീതിയിലായില്ല അല്ലേ? മുകളിലോട്ട് പോകാൻ പറ്റുമോ? നോ എൻട്രി വെച്ചിട്ടുണ്ടല്ലേ. കല്ല് പൊളിഞ്ഞു പോകുന്നുണ്ടാവും ചിലപ്പോ. പക്ഷെ കാണാൻ നല്ല ഇതുണ്ട് അല്ലേ? ഇതിലെല്ലാം വഴിയുണ്ട് അല്ലേ? കയറിലിട്ടിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയാന്ന് തോന്നുന്നു. എന്തോ പേരിൽ എഴുതി വെച്ചിട്ട് വെക്കറിയില്ലേ?
വരുന്നവരെ എഴുതി വെച്ചാൽ തോന്നും. ഇത് മാർബിൾ തന്നെയല്ലേ? അതേം തോന്നി, ഇതെല്ലാം മാർബിളാ. ഇതെന്താ എഴുതി വെച്ചിട്ടില്ലേ? ആൾക്കാരുടെ പേര് ജന്നത്തി എഴുതി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വൈറ്റ് മാർബിളാ തോന്നല്ലേ? ഇത് വൈറ്റ് മാർബിളാ തോന്നല്ലേ? തണുപ്പ് ഭയങ്കര തണുപ്പ്. നമുക്ക് അടുത്ത കേവിലേക്ക് പോകാം. ഇവിടെ 2 മുനിമാറായില്ലത് അല്ലേ? ബുദ്ധനെല്ലാം എന്താ ചെസ് കളിക്കുന്ന തോന്നുന്നു. ക്യാരം ബോർഡാ? അത് ചെസ് ആയിരിക്കും. അത് നമുക്കറിയില്ല എന്തെന്ന്. പോവാ അങ്ങോട്ട്. ഇതിൽ എങ്ങനെ ഇങ്ങനെ ഇത് ശരിയായിട്ട് ആയതല്ലേ ഗുഹ? ആക്കിയെടുത്തായിരിക്കില്ലല്ലോ, തന്നാലായിരിക്കാം. കുറേ കൊല്ലം കൊണ്ട് കുറേ ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ട്. അപ്പൊ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഇവിടെയുള്ള ലേഡി ബുദ്ധ. നമ്മൾ ഇതുവരെ തെരഞ്ഞു നടന്ന ലേഡി ബുദ്ധ എവിടെയാണ് ഇത് അറിയാണ്ട് നടന്നത്. അപ്പൊ നമുക്ക് ലേഡി ബുദ്ധേനെ ഒന്ന് അടുത്തൊന്ന് കാണാം. Time to leave? ഫോട്ടോഷോപ്പ് ഒക്കെ എല്ലാരും അല്ലേ? അപ്പൊ നമുക്ക് അവസാനത്തെ കേവിലേക്ക് കടക്കാം. 3ാമത്തെ കേവ്. ഇവിടെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? ഇങ്ങനെ നിൽക്കാം. പ്രാർത്ഥിക്കാൻ വേണ്ടിയില്ലേ? എന്താന്ന് കറക്റ്റ് അറിയില്ല. ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു റൂട്ട് മാപ്പിൽ ഒരു ചാർട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഗൈഡ് ഇല്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഓരോ സ്ഥലവും പോയിട്ട് ഇത് കണ്ടിട്ടെല്ലാം വരാം. ഗൈഡ് ഉണ്ടെങ്കിൽ പിന്നെ ഗൈഡ് കൊണ്ടുപോകും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇടയിൽ എന്തെല്ലാം ഉള്ളതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.